ഈ 217 ഡോഗിൽ നമ്മൾ 7 ഡോഗ് അടിച്ചിട്ടുള്ളൂ. ബാക്കി 210 ഡോഗും നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വിജയിച്ചു പോകുന്നത് ആദ്യമായിട്ട് കാണുന്ന മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മച്ചാൻ പറഞ്ഞായിട്ട് കണക്ട് ചെയ്യാൻ പറയാം, ഇത് റിയൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. 217 ഡോഗും എൻ്റെ അല്ല, വ്യത്യസ്തമായ സ്ഥലത്ത് വ്യത്യസ്തമായ ഓണറാണ്. അതിലൊരു 99.9% ആൾക്കാരും അവരുടെ ഡോഗിനെ കൊണ്ട് എന്നെ ഒന്ന് കടിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. ആ സാധനത്തിന് പോയി നമ്മൾ ഇതുപോലെ കുറച്ച് വർത്താനൊക്കെ നമ്മൾ ചെയ്യുന്ന ചെയ്തു, അതിന് പുറത്തിറക്കി അപ്പൊ തന്നെ കടിക്കാൻ ചാടി, ചെവിയിൽ ജസ്റ്റ് മിസ്സായിട്ട് അങ്ങ് പോയി. പിന്നെ അവനെ ജർമ്മൻ കൂടിനകത്ത് തന്നെ കിടക്കണം ജർമ്മൻ അല്ലേ? അത് നമുക്ക് കടി കിട്ടിയത്. അത് എനിക്ക് ഒരു 4-5 വീഡിയോ ചലഞ്ച് വീഡിയോയുടെ ഒരു 2-3 ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടുന്ന കടിയാണ് പുറത്തൊക്കെ കടിച്ചേ. അത് നമ്മൾ ആളോട് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഫീല്. നമ്മൾ ആ സോങ് ഒക്കെ കേട്ടുമ്പോൾ ഒരു ഫീല് കിട്ടുന്നല്ലോ, പക്ഷേ ലൈവായിട്ട് എന്റെ ഫീല് അതിന്റെ ആ ശ്വാസം അടിക്കുന്നത് തന്നെ ചിലപ്പോൾ നോർമലി നമ്മൾ അടുത്ത് പോയി പേടിച്ചു, ഭയങ്കര പേടിയാ. അത് ഡൂ ഓർ ഡൈ ആണ്. കിട്ടിയാ കിട്ടട്ടെന്ന് വിചാരിച്ചങ്ങ് ഇറക്കി. കടി കിട്ടിയാ ഒന്നും രക്ഷയില്ല, അത് എല്ലൊക്കെ പൊട്ടും. നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അണ്ണൻ പറയുന്നത്, രാവിലെ മറ്റേ അണ്ണനെ കടിച്ച് ഐസിയുലാക്കിന്ന്. ഇവിടെ ഇപ്പോഴൊക്കെ കടിച്ച് പറിച്ചത് ഐസിയുലായിരുന്നു. എന്റെ പൊന്നെ. ഇപ്പൊ ഈ ഒരാഴ്ച കഴിഞ്ഞ മാസം വരെ പാവമായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച മുതൽ കഴിഞ്ഞ മാസം മുതൽ കടി തുടങ്ങി. അങ്ങനെയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 15 മുതൽ ഒരു ഡോഗിന് ആവശ്യം ഉണ്ടെങ്കിൽ മരിക്കും, ഉറപ്പാണ്. ഒരു 10-18 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടറും ചെറുത് മാറി വരുന്നേ. പറഞ്ഞ പോലെ ഈ ഡോഗ്സിനും ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ ക്യാരക്ടർ ചേഞ്ചായി വരും. നമസ്കാരമുണ്ട്. നമസ്കാരം. കുറെ നാളായിട്ട് തപ്പി നടക്കുന്ന ആളാണ്. ഇപ്പോഴാണ് ഒരു വർഷം ഉണ്ടായിരുന്നല്ലേ? അതെ, ഒരു വർഷമായി. നമ്മൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമില്. പിന്നെ ഡോഗ്സിനെയൊക്കെ വിഷയക്കാരായ ഡോഗ്സിനെയൊക്കെ പുല്ല് പോലെ ഇറക്കിക്കൊണ്ട് വരുന്ന ഒരാള്. അപ്പൊ സോഷ്യൽ മീഡിയ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. നാട് എവിടെയാണ് ചേട്ടൻ്റെ? നാട് ശരിക്കും വയനാടാണ്. വയനാട് എവിടെയാണ്? പുൽപ്പള്ളി. പിന്നെ അടിപൊളി സ്ഥലമാണല്ലോ. ശരിക്കും ഞാൻ ഇടുക്കിക്കാരനാണ്. ഇടുക്കിയിലാണ് ജനിച്ചൊക്കെ. ആണല്ലേ? കട്ടപ്പനക്കാരനാണ്. എന്റെ അച്ഛൻ്റെ നാട് കട്ടപ്പനയാണ്, വയനാടുള്ളത്. നമ്മളൊരു 10-25 കൊല്ലമായിട്ട് വയനാട് തന്നെയാണ് അവിടെ. ഓക്കെ. എങ്ങനെ പോണ കാര്യങ്ങൾ ഉഷാറായിട്ട് പോകുന്നത്. ഈ സത്യം പറഞ്ഞാൽ പലരും കമന്റിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കും ഇത് ഒറിജിനൽ ആണോ, അതോ ഇനി സ്ക്രിപ്റ്റഡ് ആണോ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അതിന് പറയാനുള്ളത്? ഇപ്പം നമ്മൾ 4 വർഷം തികയാൻ പോകും. ഈ 2026 ഫെബ്രുവരി 14 ആകുമ്പോൾ നമുക്ക് 4 വർഷമായി കണ്ടന്റ് തുടങ്ങി. നമ്മൾ 214 ഡോഗിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 1.3 ഇതുള്ള 1.5 മിനിറ്റുള്ള വീഡിയോ ഒക്കെയാണ് ചുരുക്കിയാണ് ഇടുന്നത്, റീൽസ് ഇടുന്നത്. പക്ഷേ യൂട്യൂബിൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള 217 ഡോഗിന്റെ വീഡിയോയും കിടപ്പുണ്ട്. അത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് പറഞ്ഞാൽ ലൈവാണ്. ഇപ്പം മച്ചാൻ്റെ പേരേ വിട്ടേ, മല്ലു. അപ്പോൾ മല്ലു മച്ചാൻ എനിക്ക് ചലഞ്ച് ആയിരുന്നു. അപ്പോൾ നമുക്ക് അവർ നമുക്ക് ചലഞ്ച് നമുക്ക് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ട് ചലഞ്ച് ആയിരുന്നു. ഇങ്ങനെ എല്ലാവരും കടിക്കുന്ന ഡോഗ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെന്നാൽ അവരുടെ ഡോഗിൻ്റെ ഒരു വീഡിയോ അയച്ചു തരാൻ പറയും. അപ്പം നമുക്ക് ഓക്കെ, ആ ഡോഗ് അഗ്രഷൻ ഉണ്ട്. ചിലവരെന്താ പറയുക, ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഈ ഡോഗിനെ ഒന്ന് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ചുമ്മാ പിള്ളേരെയൊക്കെ നിർത്തി അല്ലെങ്കിൽ പൂച്ചേനൊക്കെ ഉയർത്തിട്ട് അഗ്രഷൻ കാണിച്ചിട്ട് നമുക്ക് അയച്ചു തരും. അപ്പോൾ അത് നമുക്ക് കാണും പറയാണല്ലോ. അപ്പോൾ നമുക്ക് പ്രോപ്പർ അഗ്രഷൻ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്നു. നമ്മൾ ചെന്ന് ഇപ്പൊ നമ്മളൊരു ഇൻട്രോ എടുത്തില്ലേ, ഇതിന് പകരം ഇപ്പൊ വീട് അവിടെയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇൻട്രോ എടുക്കും. ഡോഗിനെ കാണുന്നതിന് മുന്നേ തന്നെ ഇൻട്രോ എടുത്ത് ത്രൂ ഔട്ട് നമ്മൾ ഡോഗിനെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ മച്ചാൻ പറഞ്ഞായിട്ട് കണക്ട് ചെയ്യാൻ പറയാം, ഇത് റിയൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. 217 ഡോഗും എൻ്റെ അല്ല, വ്യത്യസ്തമായ സ്ഥലത്ത് വ്യത്യസ്തമായ ഓണറാണ്. അതിലൊരു 99.9% ആൾക്കാരും അവരുടെ ഡോഗിനെ കൊണ്ട് എന്നെ ഒന്ന് കടിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു ഫാൾട്ട് കാണിച്ചാൽ അവർ വിളിച്ചു പറയും. കാരണം ഈ 217 ഡോഗിൽ നമ്മൾ 7 ഡോഗ് അടിച്ചിട്ടുള്ളൂ. ബാക്കി 210 ഡോഗും നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് വിജയിച്ചു പോകുന്നതാണ്. അപ്പോൾ വിജയിച്ചു പോകുന്ന എന്തായാലും അവർ കള്ളത്തരം പുറത്തു പറയില്ലേ? അതില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ചെയ്ത് ലൈവാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കൊരു കോമ്പറ്റീഷൻ വരാത്തത്. കണ്ടന്റ് നിലവിൽ വേറെ ആരും ചെയ്യുന്നില്ല. അറിഞ്ഞു വെച്ചിട്ട് യൂട്യൂബിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വേൾഡിൽ ആരും ലൈവ് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സീസർ മിലാനും മറ്റേ ഡോഗ് ഡാഡിയൊക്കെ അവർ ട്രെയിനിങ് അത് അവരിപ്പോൾ ഫസ്റ്റ് ടൈം ഡോഗിനെ കാണിക്കുന്നു. പിന്നീടുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ അതിന് കട്ട് ചെയ്തിട്ടുള്ള പോർഷനാണ് കാണിക്കുന്നത്. നമ്മൾ ത്രൂ ഔട്ട് ഒറ്റ വീഡിയോ, എവിടെയും കട്ടില്ല. ഒരു പുതിയ സ്ഥലത്തേക്ക് ചെല്ലുവാണെങ്കിൽ അവിടെ മുതൽ അത് യൂട്യൂബിലാട്ടോ ഞാൻ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ കട്ടുണ്ട്. കാരണം 25 മിനിറ്റുള്ള 20 മിനിറ്റുള്ള വീഡിയോ ആണ് നമ്മൾ 1.5 മിനിറ്റാണ് ചുരുക്കുന്നത്. അത് ഇൻസ്റ്റാഗ്രാം ശരിക്കും കട്ടാണ് ഇടുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 15 to 20 മിനിറ്റാണ് നമ്മുടെ എല്ലാ വീഡിയോ ഉള്ളത്. അത് ത്രൂ ഔട്ട് ലൈവ് ആയിരിക്കും. അതിനിടയ്ക്ക് ഒരു കട്ടും ഉണ്ടാവില്ല, ഒരു പേസ്റ്റും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ചേട്ടന് ശരിക്കും ചേട്ടന് ഡോഗ് ട്രെയിനിങ് ഒന്നുമില്ല.
ഞാനൊരു ഡോഗ് ലവറാണ്. എനിക്കൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും. വയനാട്ടിലൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്, കുഞ്ഞു പെറ്റ് ഷോപ്പാണ്. ആദ്യം നമുക്ക് കുറേ പെറ്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് മാറിയോടെ അമ്മയാണ് ഇപ്പോൾ ഷോപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പെറ്റ്സൊക്കെ ഒഴിവാക്കിയിട്ട് ആക്സറീസും കാര്യങ്ങളും മാത്രമായിട്ട് ചെറിയ ഷോപ്പായിട്ട് ചുരുക്കി. അപ്പം അവിടെ വന്ന ഷോപ്പിൽ പപ്പീസൊക്കെ വരുമായിരുന്നല്ലോ. ആ ഒരു സെയിൽ ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് വന്നത്. ഈ കൊറോണ അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ഫേമസ് ആയ ഡോഗ് ചാനലുകളുണ്ട്. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ചാനലുകൾ. അപ്പം ഞാൻ ദൈവമേ, ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഡോഗ് വീഡിയോ കൊണ്ട് സെയിൽ എടുപ്പിക്കണമെന്നൊരു കാര്യമില്ല. അപ്പം ഞാൻ ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് കൊടുത്തിട്ട് ഡോഗ്സ് ഉണ്ടല്ലോ, ആ ഡോഗുകളൊന്നും പോയി പരിചയപ്പെടുത്താം, ആൾക്കാരുടെ റെസ്പോണ്ട് ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കണ്ടന്റിലേക്ക് വന്നത്. ഈ കണ്ടന്റിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യം ഒരു വീഡിയോ ചെയ്തു. ആ ഡോഗിനെ ഞാൻ 1.5 വർഷം കഴിഞ്ഞ് കാണാൻ പോകുന്ന വീഡിയോ ആണ് ഫസ്റ്റ് ചാനലിൽ കിടപ്പുണ്ട്, കിടപ്പുണ്ട്. അത് ഞാൻ വിറ്റ് കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞ് കാണാൻ പോകുന്നു. ആ സീനാണ് എടുക്കാൻ പോകുന്നത്. അതെടുത്ത് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി ബൈ ചാൻസ് ആട്ടോ കടയിൽ വന്ന് പറയുന്നു, എടാ നീ അന്ന് തന്ന പട്ടി ഭയങ്കര കടിയാണ്, ആരടിപ്പിക്കില്ല, ചേച്ചിനെ മാത്രമേ ഉള്ളൂ, എന്നെ ഒന്നും ഒരു രക്ഷയില്ല, നീ എന്തെങ്കിലും മന്ത്രം ചൊല്ലിയേക്കാണോ ഞങ്ങൾക്ക്. പുള്ളി തമാശക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനൊന്ന് കാണാൻ വരാം, ആ ചേട്ടൻ ആ റിവ്യൂ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ സാധനം നമ്മളാണ് ഫസ്റ്റ് നമ്മളൊരു ചലഞ്ചായിട്ട് വന്നതെന്ന്. അങ്ങനെയാണ് വന്നത്. അവിടെ ചെല്ലുന്നു, അല്ല ഒരു ഇന്ത്യൻ സ്പിറ്റ്സ്, ഞങ്ങളുടെ അവിടെ പൂച്ചപ്പെട്ടി എന്ന് പറയും, ഇവിടെ സ്പിറ്റ്സ് എന്ന് പറയാം. ആ സാധനത്തിന് പോയി നമ്മൾ ഇതുപോലെ കുറച്ച് നേരം വർത്താനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്തു. അതിന് പുറത്തിറക്കി, അപ്പം തന്നെ കടിക്കാൻ ചാടി, ചെവിയിൽ ജസ്റ്റ് മിസ്സായിട്ട് അങ്ങ് പോയി. പിന്നെ അവൻ എൻ്റെ കൂടെ ഇറങ്ങി ഒന്നും തിണ്ണയിരുന്ന് ഞങ്ങൾ വർത്താനം പറയുന്നത്, ഇതാണ് ഞാൻ കൊടുത്ത പട്ടി എന്ന് പറഞ്ഞ് പറയുന്ന സാധനമാണ്. പക്ഷെ അത് ഓട്ടോമാറ്റിക് ആളുകൾ ഏറ്റെടുത്തു. അത് പെട്ടെന്ന് കയറിയായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ചലഞ്ചസ് വന്നു. ഇതുപോലെ തന്നെ ചേട്ടാ എൻ്റെ വീട്ടിൽ കളിക്കുന്ന പട്ടി എന്ന് പറഞ്ഞു വേറെ ഒരു ജർമ്മൻ വരുന്നു. അതിനുശേഷം ഞാൻ കൊടുത്തൊരു ജർമ്മൻ ഉണ്ട്, ഭയങ്കര അഗ്രഷൻ. ജർമ്മൻ കൂടിനകത്ത് തന്നെ കിടക്കുന്ന ജർമ്മൻ അല്ലേ? അത് നമുക്ക് കടി കിട്ടിയത്. അത് എനിക്ക് ഒരു 4-5 വീഡിയോ ചലഞ്ച് വീഡിയോയുടെ ഒരു 2-3 ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിട്ടുന്ന കടിയാണ് കണ്ണൂര്. 3.5 കൊല്ലായി. അത് കഴിഞ്ഞ ഏകദേശം ഒരു 6 മാസത്തെ ഇടവേള നമുക്ക് കടി കിട്ടുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് വന്ന ചാനൽ തുടങ്ങി ഒരു 6 മാസമാണ് ഫസ്റ്റ് കടി കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് കടി കിട്ടുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഡോഗില്ലേ പുറത്തൊക്കെ കടിച്ചേ, അതൊരു 6 മാസം കഴിഞ്ഞ് കിട്ടി. അതുപോലെ തന്നെ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. രാജപാളയത്ത് പോയിട്ട് ആ ചെയിൻ പൊട്ടി വന്നിട്ട് അത് അങ്ങനെ അല്ല വേറെ സാധനം ഭയങ്കര വൈറലായി പോലെ മറ്റേ വൈറ്റ് ഡോഗിനെ തന്നെ, അല്ലെങ്കിൽ വേണ്ട നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞത്. അത് ഇൻസ്റ്റയിൽ നല്ല വൈറലായി. യൂട്യൂബിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5 ലക്ഷം പേരിലൊക്കെ കണ്ടുള്ളൂ. സോഷ്യൽ മീഡിയ അത്രയ്ക്ക് അങ്ങ് സെറ്റ് ആയില്ലായിരുന്നു. കാരണം ഒരു പകുതിക്കലാണ്. പക്ഷെ ആ വീഡിയോ നമ്മൾ അറിയാലോ, ഇത് ലൈവ് വീഡിയോ ആണല്ലോ. അത് ഞാനന്ന് നമുക്ക് അറിയാലോ, തംബ്ലൈനൊക്കെ കറക്റ്റ് കൊടുത്താലാണ് ഈ സാധനം കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുള്ളൂ. നമ്മളിതെല്ലാം നമ്മൾ തന്നെ വൺ മാൻ ഷോ ആണ്. ഈ എഡിറ്റിങ്ങും ക്യാമറ മാത്രമേ ആരെങ്കിലും കൊണ്ട് ചെയ്യുന്നുള്ളൂ. അത് മൊബൈലിൽ ആരെങ്കിലും ഒക്കെ എടുത്തു തരും. ബാക്കി എഡിറ്റിംഗ് ഇതെല്ലാം നമ്മൾ തന്നെയാണല്ലോ. അപ്പം നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് അത് അത്ര ബൂസ്റ്റ് അല്ലായിരുന്നു. പക്ഷേ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ ആ സാധനം അങ്ങോട്ട് കയറി കൊളുത്തി. അത് ഭയങ്കര ഹെവി ആയിരുന്നു കേട്ടോ. അതൊക്കെ ഡൂ ഓർ ഡൈ ആണ്. നമ്മളിങ്ങനെ വായും കൊണ്ട് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഡോഗ് അല്ലേ? അത് ഏത് ബ്രീഡാ? അത് പുള്ളിക്കുത്ത അത് ഇത്രയുണ്ട് ഹൈറ്റ്. പക്ഷെ നമ്മളെന്താ പറയാ, അത് നമ്മൾ ആളോട് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതിന്റെ ഫീല് നമ്മൾ ആ സോങ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു ഫീൽ കിട്ടുന്നല്ലോ. പക്ഷെ ലൈവായിട്ട് അതിന്റെ ഫീല് അതിന്റെ ആ ശ്വാസം അടിക്കുന്നത് തന്നെ നോർമലി നമ്മൾ അടുത്ത് പോയി പേടിച്ചു, ഭയങ്കര പേടിയാ. അങ്ങനെയാണല്ലോ, ഒരു പ്രത്യേക രീതിയിലുള്ള ഡൂ ഓർ ഡൈ ആണ്. കിട്ടിയ കിട്ടട്ടെന്ന് വിചാരിച്ചങ്ങ് ഇറക്കി. കിട്ടിയാ ഒന്നും രക്ഷയില്ല, അത് എല്ലൊക്കെ പൊട്ടും, ഉറപ്പാണ്. അത്രയ്ക്ക് ഹെവി ബൈറ്റ് ആയിരിക്കും. ഇത് എന്ത് വിശ്വാസമല്ല ചേട്ടൻ ഈ ഇറക്കണത്? അത് ഒരു പരിചയമില്ലാത്തൊരു നായയുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് എടുത്ത് ഒരാൾ ചെന്നുമ്പോൾ ഒരിക്കലും അഗ്രഷനുള്ള നായ ആണെങ്കിൽ ഉറപ്പായിട്ടും ബൈറ്റ് ചെയ്തിരിക്കും. കാരണം ചുമ്മാ സ്ട്രേഞ്ചർ ആണല്ലോ വരുന്നത്. അപ്പൊ ചേട്ടൻ എന്തൊരു ആത്മവിശ്വാസത്തിലായി പോയി പിടിക്കുന്നത്, അത് ഒന്ന് പറയാമോ? ഇല്ല, നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ട്, ഇത് ഡേഞ്ചറാണ് കണ്ടന്റ്. കാരണം എപ്പോൾ വേണം മരിക്കാം ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഇത് റാബീസ് ഉള്ള ഡോഗ്സ് ഉണ്ടാകുക എന്താ നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോൾ വേണം ഡെഡ് സംഭവിക്കാം. ഇനിയിപ്പോൾ അതോ നമ്മളെ ബൈറ്റ്. ഇപ്പോൾ ഞാനൊരു ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കങ്കലിനെ ഇറക്കാൻ പോയിട്ടുണ്ടായിരുന്നു തൊടുപുഴയിൽ. അതുകൊണ്ട് ചാനലിൽ കിടപ്പുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഡൂ ഓർ ഡൈ ആണ്. ഞാൻ ഏകദേശം ഒരു ചാനൽ തുടങ്ങി 2 വർഷത്തിന് ശേഷമാണ് ആ വീഡിയോ കിട്ടുന്നത്. ആ കങ്കലിൻ്റെ വീഡിയോ എനിക്ക് കിട്ടാൻ വരുമ്പോഴും ആദ്യമേ അദ്ദേഹം എനിക്ക് ചലഞ്ച് ചെയ്തിരുന്നു. പിന്നെ പുള്ളി ചലഞ്ച് പിൻവലിച്ചു. അത് പിന്നീട് എനിക്ക് മനസ്സിലായി പുള്ളിക്ക് വേറെ ഒന്നും സീനുകളുണ്ടായിരുന്നു. നമുക്ക് ആ ചലഞ്ച് തന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സീനാകുമോ, പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് വിഷയം വരുമെന്ന് വെച്ചാൽ പുള്ളി ചലഞ്ച് പിൻവലിച്ചിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ച് പുള്ളിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ ചലഞ്ച് പിൻവലിച്ചാൽ ചേട്ടൻ പിൻവലിഞ്ഞു എന്ന രീതിയിൽ ഞാൻ വീണ്ടും, കാരണം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തായിരുന്നു വരുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പോയില്ലെങ്കിൽ പിന്നെ എനിക്കാണ് ബുദ്ധിമുട്ട്, കാരണം ഞാൻ പേടിച്ചിട്ട് മാറിയില്ല. പിന്നെ പുള്ളി രണ്ടാമത് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളോട് ചെല്ലുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ലൈവ്, ഞാൻ ലൈവിൻ്റെ കാര്യം പറഞ്ഞത്. ആ സമയത്ത്
നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ചങ്ങലയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഷ് കൊണ്ട് ചെല്ലുമ്പോൾ ഡോഗ് ഇറങ്ങി വരാനുള്ള സന്തോഷം കൊണ്ട് ഡോഗ് ഇറങ്ങി വരും. അങ്ങനെ കുറെ ആളുകളിൽ ഒരു സംസാരിക്കുന്നുണ്ട്. ഒരു 50% ആൾക്കാർക്ക് ധാരണ ഉള്ളൂ, പക്ഷെ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ഞാൻ അവിടെ ചെയ്ത ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഡോഗിന്റെ കൂട്ടി കയറിയിരിക്കുകയത്, ഇറക്കിയില്ല. ആ സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യമാണ് ഇപ്പം എല്ലാവരും പറയും ഇറങ്ങിയാൽ കൂടുതലായിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ഒരു ഡോഗിന്റെ ഏറ്റവും അവരുടെ ഏരിയ എന്ന് പറഞ്ഞാൽ അവർ കൂടാണ്. കൂട് അവൻ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നാൽ ചിലപ്പോൾ അവൻ കുറച്ച് ഡൗൺ ആവും. നമ്മൾ ഈ സാധനം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ മേലെ ഒരു സാധനം ആരും വെക്കരുത്, ഉള്ള കാര്യം പറയാലോ, മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കങ്കലിൽ നമ്മൾ കൂട്ടി കയറിയിരുന്നു. ആ ഡോഗിനെ തന്നെ കടിക്കാം, കാരണം ഡോഗ് എന്നെ കുറച്ച് ഇവിടം വരെ എത്തിയതാ. അവിടെ കടി വേണം നമ്മൾ മരിക്കും, കാരണം ആ ഡോഗ് അത്രയും പവർഫുള്ളാണ്. ഒരു സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സ് വരെ എത്താം. 600 മുതൽ 700, ഏകദേശം ഒരു 650 മുതൽ 1000 സിംഹത്തിന്റെ ബൈറ്റ് ഫോഴ്സ്. ഇതിന് ഏകദേശം 750 വരെ പവർ ഉണ്ട്. പിന്നെ അത് അത്ര ഹെവി അല്ലേ, ഇത്ര സൈസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ മുമ്പിൽ മേത്തോട്ട് ചാടി വീഴും. അപ്പൊ നമ്മൾ ആ സമയത്ത് ഈ കടിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിച്ച് കഴിഞ്ഞാൽ വീണ്ടും കടിയുടെ ഫോഴ്സ് കൂടും. അങ്ങനെ അപ്പൊ അത് നമ്മൾ ചെയ്തതാണ് ആ സാധനം. ഞാൻ പറഞ്ഞില്ല, അതൊരു ഡു ഓർ ഡൈ സാധനമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ പിള്ളേർ ഈ പട്ടിനെ കാണുമ്പോൾ പേടിച്ച് ഓടുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. അത് എന്താണ് സംഭവം എന്നുള്ളത് ചിലർ പറയും നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ സ്മെല്ല് കിട്ടിയിട്ട് പട്ടിക്ക് മനസ്സിലാവുന്നതാണ് നമ്മൾ പേടിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിലർ പറയുന്നത്. അത് ശരിക്കും അതിന് സംഭവം എന്താ? ശരിക്കും ഇപ്പൊ ഞാനിത് ഒരുപാട് സോഷ്യൽ മീഡിയ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു പ്രാരംഭ വിദ്യാഭ്യാസം നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമാരെന്താ പറയുന്നത് അറിയോ? പട്ടിനെ കാണുമ്പോൾ ഒന്നെങ്കിലും പൊടിയെടുക്കണം, അല്ലെങ്കിൽ വടിയെടുക്കണം, അല്ലെങ്കിൽ കല്ലെടുക്കണം. അത് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു. നമ്മുടെ അമ്മമാരെ തന്നെ പട്ടിനെ കാണുന്ന കീന്ന് പറഞ്ഞ കാറി ഒരു പ്രത്യേക രീതിയിലല്ലേ, അമ്മമാരെ കളയുകയല്ല, എല്ലാ അമ്മയൊക്കെ പട്ടിനെ കാണുമ്പോൾ എന്ന് വെച്ചൊരു കാര്യം. ഇത് കാണുമ്പോൾ പട്ടിക്ക് ഒരു ഹാപ്പിയാ. അവര് ഹാപ്പി എന്ന് വെച്ചാൽ അവരെന്നെ കണ്ട് പേടിച്ച്, ആ വരുന്ന ആള് എന്നെ കണ്ട് പേടിച്ചു, പട്ടിക്ക് കോൺഫിഡൻസ് കൂടുവാണ്. ആ പേടിയ സൗണ്ടും നമ്മൾ ഈ അല്ലാത്ത രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലേ, അത് കാണുമ്പോൾ പട്ടിക്ക് മനസ്സിലായി എന്നെ പേടിച്ചു, എന്നാ പോയി കടിച്ചേക്കാം, അല്ലെങ്കിൽ അവനൊന്ന് പോയിട്ട് ഡൊമിനേറ്റ് ചെയ്തേക്കാം. അതിന്റെ പേരിലാണ് ഓടി വരുന്നത്. നമ്മൾ ആദ്യം കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ പട്ടിനെ കാണാൻ മൈൻഡ് ചെയ്യരുത്. അതായത് നമ്മൾ മൈൻഡ് ചെയ്യാതെ പട്ടി ഇപ്പം അതിൽ വരുവാണെങ്കിൽ ഈ ആൾക്കാർ ഇപ്പൊ തന്നെ അവിടെ പട്ടി വെക്കണം, ഇവിടുന്ന് കല്ലെടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് കൊലെടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് പേടിക്കും. അതായത് പട്ടി അതിൽ പോവാണെങ്കിൽ നമ്മൾ ചുമ്മാ പേടിക്കുകയാണ്. നമ്മൾ പട്ടിയിൽ വരും, പട്ടീനെ മൈൻഡ് ചെയ്യാതെ നമ്മളങ്ങ് പോയിക്കള. ഇപ്പൊ എന്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ഇനിയിപ്പോൾ ഡൗട്ടുള്ളതൊക്കെ ഞാൻ പറയാം. ഞാൻ ഒരുപാട് ഇപ്പൊ ഈ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഡോഗില്ലേ, ആ ഡോഗിനെ ഞാൻ കൂട്ടിന്ന് പുറത്തിറക്കി. ഞാൻ അതിനെ നോക്കിയിട്ടില്ല. ഇവിടെ വാന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി, ഞാൻ മൈൻഡ് ചെയ്തില്ല, ഞാൻ പാസ് ചെയ്തു. പട്ടി ഇപ്പം എൻ്റെ ഒപ്പം പാസ് ചെയ്തു. അത് ഓൾറെഡി ഞാൻ മനസ്സിന് പേടിയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പേടിക്കാതെ ആ കൈകാര്യം ചെയ്തിരുന്ന പട്ടീൻ്റെ ഒപ്പം വന്നത്. ഞാൻ പേടിച്ചുകൊണ്ട് ഇറക്കണം പട്ടീനെ കടിക്കും. ഇതിലൊറ്റ തീമേ ഉള്ളൂ, നമ്മൾ പേടിക്കരുതെന്ന്. പക്ഷേ നമുക്കിത് ഒരാളോട് പോയിട്ട് ഇപ്പോൾ ഒരു തീക്കട്ട നമ്മുടെ കൈ തരികയാണ്, മച്ചാൻ്റെ കയ്യിലേക്ക് ഞാൻ ഇത് പൊള്ളൂലെന്ന് പറഞ്ഞ് എടുത്താൽ മച്ചാൻ പറയില്ലേ പൊള്ളൂന്ന് പറഞ്ഞാൽ കൈ വലിക്കും. പക്ഷെ നമ്മളത് പൊള്ളിയാലും കുഴപ്പമില്ല, ഇരുന്നോട്ടെന്ന് വിചാരിക്കുവാണെങ്കിൽ നമുക്ക് പേടിയില്ല. ഇരട്ടച്ചങ്ക് അത്രേ ഉള്ളൂ ലോജിക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു അനുകരണം വരാത്തത്. മച്ചാൻ അറിയാലോ, ഇപ്പൊ നമുക്കൊരു വെറൈറ്റി കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് 100 കണക്കിന് ചാനൽ വരും. ഇപ്പൊ 4 കൊല്ലമായിട്ട് നമ്മുടെ ലീ സ്റ്റോക്സ് എന്ന ചാനലിലൂടെ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കോപ്പി നടക്കില്ല. ഇത് ലൈവായിട്ട് പോകുന്ന സാധനമാണല്ലോ, കോപ്പി ഇല്ലാത്തതുകൊണ്ടാണ് പരിപാടിയൊന്നും വേറെ നടക്കുന്നില്ല. അത് ഭയങ്കര സംഭവം. അതായത് ചേട്ടന് ഇപ്പൊ ഞാൻ പറയട്ടെ, ചേട്ടന് ചലഞ്ച് തന്നിട്ട് ചേട്ടന് ചെയ്യാൻ പറ്റാണ്ട് ഇപ്പൊ ഞാൻ വെല്ലുവിളിക്കുന്നതല്ല, ആ ഒരു ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയിലുള്ള ഏതെങ്കിലും ഡോഗ് ചലഞ്ച് വന്നിട്ട് നമ്മളിപ്പോ ഒരു വീഡിയോയും നമ്മൾ എടുത്തിട്ട് ഒഴിവാക്കിയ വീഡിയോകളില്ല, ചെല്ലുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും കടിക്കും എന്ന് 100% കൺഫേം ആണ്. അവിടെ പോയിട്ടൊരു കടി വാങ്ങിയോണ്ടില്ല, അർത്ഥമില്ലാതെ വന്നിട്ടുള്ള 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ റീസെന്റ് ചെയ്ത 2 വീഡിയോ. കാരണം ആ ഡോഗ് ഓൾറെഡി മെന്റലി സംഭവം ഇതാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ചില സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കടിക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെങ്കിലും പിടിച്ചെങ്കിലും വെക്കാൻ പറ്റിയൊരു ഓണർ, ഇത് ഓണറേയും കടിക്കുകയാണ്. അതായത് ഓണർക്ക് പോലും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ ഒരു ക്യാമറമാൻ വേണമല്ലോ. ഇപ്പൊ എന്റെ ടിജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഫ്രണ്ടാണ്, ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഫ്രണ്ടാണ്. അവന് നിന്ന് ഇത് ഷൂട്ട് ചെയ്യണമല്ലോ. എന്തായാലും നമ്മളൊരു ബ്ലോഗ് ചെയ്യുവാണല്ലോ, ഇതിപ്പോ വേറെ എവിടെയും പോയി ഒളിച്ചിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ക്യാമറമാനെ പ്രൊട്ടക്ഷൻ കൂടെ നോക്കണമല്ലോ. അങ്ങനത്തെ 2 വീഡിയോ നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്താണ്, കാരണം ആ ഡോഗ് എന്തായാലും കടിക്കും. അതുകൊണ്ട് നമ്മൾ അവനെ ഇറക്കിയോണ്ട് കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവോ അല്ലെങ്കിൽ ഓണർക്ക് തിരിച്ച് കൂട്ടി കയറ്റി ഒന്നിക്കാൻ പറ്റുന്ന അങ്ങനെ 2 ഡോഗിനെ ചെയ്തിട്ടുണ്ട്. ജർമ്മൻ ഷെപ്പേർഡാ? അല്ല, ഒരു പിറ്റ്ബുള്ളും പിന്നെ ഒരു വേറെ ഏതായാലും മുമ്പ് ചെയ്തേ ഒരു പിറ്റ്ബുള്ളാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ ഇറക്കിയ 2ാം വട്ടം പോയി ഇറക്കിയായിരുന്നു. പിന്നെ ഇത് നമ്മൾ അവിടെ സാഹചര്യം മോശമായതുകൊണ്ട്, പക്ഷെ കടിക്കുന്ന ഉറപ്പുണ്ടായിട്ട് നമ്മൾ ഇറക്കിയിട്ട് കടി വാങ്ങിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മള് ഈ ലാസ്റ്റ് കിട്ടിയ കടി കയ്യിലൊരു ആലപ്പുഴ ആ ഡോഗ് കടിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ എനിക്ക് ചലഞ്ച് അത് തീർക്കണമായിരുന്നു. ഓണർ പറഞ്ഞു ചേട്ടൻ ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ ഡോഗിനെ പോയി അഴിക്കുന്നു, കടി വാങ്ങുന്നു, തീർക്കുന്നു.
അല്ല വേറെ ഓപ്ഷൻ ഇല്ല. ചിലരുടെ ഒരു വിനോദമാണ്. കാരണം ചേട്ടൻ ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാള്, അവൻ വരട്ടെ, അവൻ 2 കടി കൊണ്ടിട്ട് പോട്ടെ എന്നുള്ളൊരു ചിന്തയിൽ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. ചിലത് നമുക്ക് കാണുമ്പോൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിയാം, എന്നാലും ചില സീനിൽ അവർ ഉള്ളിൽ എഴുതുണ്ടാകാം, വന്ന് 2 കടി കൊണ്ടിട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. അതാണ് ആൾക്കാരൊരു നമ്മളിപ്പോ ആ വീഡിയോ എടുത്തു നോക്കി അറിയാം. ഞാൻ ടീച്ചറോട് പറയലുണ്ട്, നമ്മളിപ്പോൾ നമ്മളിറക്കി, അവർക്കറിയാലോ, അവർ കടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കടി കിട്ടാതെ നമ്മുടെ ഡോഗ് ഇപ്പോൾ ഉറങ്ങി വരുമ്പം അവരുടെ മുഖഭാവം എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്. ഞാൻ ടീച്ചറോട് പറയും, നമുക്ക് അതൊന്നും എടുക്കണ്ട, ഷൂട്ടിലേക്ക് നീ ക്യാമറയിലേക്കോ അല്ല എന്നെയും ഡോഗിനെ മാത്രം ഫോക്കസ് ചെയ്താൽ അവരുടെ ഒരു രീതിയുണ്ട്. അത് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ ചെയ്യുമ്പോൾ അവർ പറയുക കുഴപ്പമില്ല, അടിപൊളി എന്നൊക്കെ പറയും. പക്ഷെ അവർ മനസ്സിലുണ്ട്, നമുക്കറിയാം അതിനുള്ള, കാരണം അവരുടെ ഡോഗ് നമ്മുടെ മുമ്പ് താഴ്ന്നു പോയല്ലോ, അതാണല്ലോ അവരിത്. പിന്നെ ഈ പറഞ്ഞ 2 ഡോഗാണ് നമ്മൾ ചലഞ്ച്, അതായത് കടിക്കും. കാരണം വേറെ ഒന്നല്ല, ഓണറേയും കടിക്കുകയാണ്. എന്നെ കടിച്ചു, ഇത് പിടിച്ചു മാറ്റി ഓണറേയും കൊടുത്താൽ ഓണറേയും കടിക്കും. അങ്ങനെ 2 വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് പോയിട്ട് ഒരു പ്രാവശ്യം പോയി കടി കിട്ടിയിട്ട് രണ്ടാമത് അഴിച്ചൊരു ഡോഗ് കടിച്ച എല്ലാ ഡോഗിനെയും നമ്മൾ ഒരു പ്രാവശ്യം കടി കിട്ടിയാൽ വീണ്ടും പോയി അഴിക്കും. ആകെ ഒരു ഡോഗ് മാത്രമേ അഴിക്കാത്തുള്ളൂ. ഈ കടൽക്കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു പയ്യനില്ലേ, ആള് എനിക്ക് ചലഞ്ച് തന്നെ, കടൽ മാക്രി എന്നാണ് ആ ഡോഗിന്റെ ഓണറുടെ ചാനലിൽ വരുന്നത്. അവരെനിക്ക് എന്നൊരു ചലഞ്ചില് ആ ഡോഗ് എന്നെ കടിച്ചായിരുന്നു. രണ്ടാമത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ രണ്ടാമത് ആ ഡോഗ് ഞാൻ പോന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ സീൻ ഉണ്ടാക്കി അവിടെ. ബൈക്കിൽ നിന്ന് ഒരാളെ കടിച്ച് റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു. കേസൊക്കെ ആയിരുന്നു, കുറച്ച് അങ്ങനത്തെ വിഷയമായി. ആ ഡോഗിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമായി. അപ്പൊ വീണ്ടും നമ്മളവിടെ പോയിട്ട് രണ്ടാമതൊരു ഇനിയിപ്പോ നമ്മളെ ഇനി കടിച്ചില്ലേലും നമ്മൾ വീഡിയോ എടുക്കാൻ പോവല്ലേ. അതുകൊണ്ട് അത് മാത്രമേ നമ്മൾ ഇത്രയും കാലം 7 ഡോഗ് കടിച്ചതിൽ റിപ്പീറ്റ് ചെയ്യാത്ത ആ ഒരു ഡോഗ് വീഡിയോ മാത്രമേ ഉള്ളൂ. നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് പോയി ഇറക്കുമെന്ന്. കാരണം കടിച്ച ഇപ്പൊ ഈ 6 ഡോഗിനെയും ഇതിനു മുമ്പ് കടിച്ച 6 ഡോഗിനെ നമ്മൾ ആ പുറത്ത് കടിച്ച ഡോഗിനെ അതിനെ നമ്മൾ രണ്ടാമത് ഇറക്കി. കൈ കടിച്ച ഡോഗിനെ നമ്മൾ രണ്ടാമത് ഇറക്കി. പിന്നെ രാജപാളയത്ത് പോയിട്ട് ആ ഡോഗിനെ നമ്മൾ രണ്ടാമത് ഇറക്കി. രണ്ടാമത് ഇറക്കാമ്പോൾ വേറെ സീനുണ്ട്. രാജപാളയം നമ്മൾ ചെയിൻ പൊട്ടിട്ട് നമ്മളെ വയറെ വന്ന് കടിച്ച സീൻ. രണ്ടാമത് ഇറക്കാൻ പോകുമ്പം ആ രാവിലെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു പണിക്കാരൻ പുതിയതായിട്ട് വന്നായിരുന്നു. അവനോട് ഈ ഡോഗിൻ്റെ കേസ് കടിക്കുന്നുണ്ട് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ചങ്ങായി കയറിയിട്ട് ആ ഡോഗ് കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറി. പുള്ളിനെ കടിച്ച് പുള്ളി ഐസിയുലായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ. വീഡിയോ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ഐസിയുലാന്നുള്ള കാര്യം. നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അണ്ണൻ പറയുന്നത്, രാവിലെ മറ്റേ അണ്ണനെ കടിച്ച് ഐസിയുലാക്കിയെന്ന്. പുള്ളിയുടെ ഇപ്പോഴൊക്കെ കടിച്ച് പറിച്ചിട്ട് ഐസിയുലായിരുന്നു. എന്നിട്ട് ആ സമയത്ത് രണ്ടാമത് ഇറക്കാൻ പോയപ്പോൾ അതിന്റെ ഓണർ അവിടെ ഇല്ലായിരുന്നു. എന്റെ ചിത്തപ്പാന്ന് വിളിക്കുന്ന പുള്ളിയുണ്ട്, ആ വീഡിയോ ഉണ്ടാകുക അറിയാം. പുള്ളി പോകാത്തതുകൊണ്ട് അവിടെ 2 പണിക്കാരുണ്ട്, അവന്മാർ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് അവിടെ നിന്ന് ചെല്ലും ചെയ്യുന്നല്ലോ. ഞങ്ങളൊരു 1000 കൈക്കൂലി കൊടുത്തു രണ്ടാവർക്കും. അണ്ണന്മാരാണല്ലോ, അവർക്ക് 500 വെച്ച് കൊടുത്തപ്പോൾ അവർ ഹാപ്പി, ഇറക്കിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോഗിനെ ഇറക്കിയത്. അപ്പൊ രണ്ടാമത് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് നമുക്ക് ആ ഡോഗ് ചങ്ങല പൊട്ടി വന്നുകൊണ്ടാണ് നമുക്ക് ബൈറ്റ് കിട്ടിയത്. ഇല്ലെങ്കിൽ നമുക്കത് ബൈറ്റ് വരില്ലായിരുന്നു. പിന്നെ രണ്ടാമതും കടിക്കാൻ, കാരണം രാവിലെ പറഞ്ഞില്ല ഈ ഐസിയുലെ ഫുഡ് എടുക്കാൻ കയറിയ ചങ്ങായിനാണ് ഐസിയുലാക്കിയത്. അപ്പൊ നമ്മളെയും കടിക്കാം. പക്ഷെ നമ്മൾ ആ സമയത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആ ധൈര്യത്തിൽ അങ്ങ് പോയി ചെയ്തു. മറ്റേ പിറ്റ്ബുളിനെ കഴിക്കുന്ന വീഡിയോസ് ഒക്കെ അത് ആൾക്കാർ ഒരു സ്ക്രിപ്റ്റാന്ന് പറയും ചില സമയത്ത്. അത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻട്രോ ആണ്. സ്ക്രിപ്റ്റ് ഇൻട്രോ അത് അവര് നമുക്ക് ഓൾറെഡി, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ നമ്മൾ നാളെ, ഇന്നിപ്പോ നമ്മുടെ ഡേറ്റ് 5-ാം തീയതി അല്ലേ, 5/11/2025. നാളെ നമ്മൾ 6/11 നമ്മൾ ഇരിങ്ങാലക്കുട വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻട്രോ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ എന്നെ ഇൻസ്റ്റയിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് പുള്ളി എനിക്ക് ചലഞ്ച് നിൽക്കുന്ന ഇതേ സെറ്റപ്പാണ്. നമ്മളിപ്പോൾ ഇൻട്രോ നേരത്തെ ധൈര്യം ഉണ്ട് ഞങ്ങളുടെ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെന്നേക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി അവർ മെസ്സേജ് അയച്ചതാണ്. ആ മെസ്സേജ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഈ കണ്ട പിറ്റ്ബുളിന്റെ ഒക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആദ്യത്തെ നമ്മൾ ആ ചലഞ്ച് വിജയിച്ചിട്ട് ഇവന്മാർക്കൊക്കെ ഇവരുടെ ഗ്യാങ്ങിൽ മൊത്തം ഒന്ന് പൊട്ടി. എന്നിട്ട് ഇവന്മാരെന്താക്കി അവരുടെ ആ ഒരു കോട്ടൺ സ്റ്റൈൽ ഭാഷ രീതിയിൽ വന്ന വാടാന്നൊക്കെ പറഞ്ഞ് ആ സാധനം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഈ ഇൻട്രോ മാത്രം റീക്രിയേറ്റ് ആണ്. ഇൻട്രോ മുതൽ നമ്മൾ ഡോഗിനെ കാണുന്ന പോലെ തീരുന്നവരെ ഒറ്റ ഷോട്ട്, അതിലൊരു സംഭവങ്ങളും ഇല്ല, കട്ട് ചെയ്യുന്നില്ല. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. റീക്രിയേറ്റ് ചെയ്താൽ ഈ പറഞ്ഞ ഒരു ഷോട്ട് പോലും നമുക്ക് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മച്ചാൻ ഫസ്റ്റ് ചോദിച്ച ഡോഗില്ലേ ഇറങ്ങി ഓടാന്ന് പറഞ്ഞ സാധനം, ആ ഡോഗിനോട് കിട്ടിയില്ല മോനെ നിൽക്കുന്ന പറഞ്ഞ ഡോഗിന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതങ്ങനെയാണ് ലൈവ് പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ എല്ലാവരും ഡോഗിന് കറക്റ്റായിട്ട് വൈറസ് മറ്റേ എന്താ പറയുക ഇഞ്ചക്ഷനും കാര്യം വാക്സിൻ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് ചേട്ടൻ ചോദിച്ചിട്ടാണോ എടുക്കുന്നത്? നമ്മളിപ്പോ ഈ ഒരു ചലഞ്ച് വരുമ്പോൾ നമ്മൾ അതിന്റെ ഹിസ്റ്ററി എടുക്കും. ഡോഗിന്റെ ഹിസ്റ്ററി ചോദിക്കും എത്ര കാലമായി ചലഞ്ച് ഈ പറഞ്ഞ അഗ്രഷൻ തുടങ്ങിയിട്ട്, അപ്പോൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ. ഈ വാക്സിൻ എടുത്ത കാര്യം നമ്മൾ ചോദിച്ചാൽ ചിലർ സത്യം പറയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ആ കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കാലമായി അഗ്രഷൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഈ ഒരാഴ്ച കഴിഞ്ഞ മാസം വരെ പാവമായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ച മുതൽ കഴിഞ്ഞ മാസം മുതൽ കടി തുടങ്ങി.
അങ്ങനെയാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഡോഗിന് എന്തോ സംഭവിച്ചു, ഒരു റാബീസുള്ള ഡോഗ് എന്ന് വിചാരിക്കുക, പേവിഷബാധ ആയിട്ട് ഡോഗ് ആണെങ്കിൽ മാക്സിമം ഒരു മാസം മുതൽ 15 ദിവസത്തിനുള്ളിൽ മരിച്ചു. മാക്സിമം ഒരു 15 ദിവസം, അത് മുതൽ ഒരു മാസം, ഒരു മാസത്തിനുള്ളിൽ മരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കും എത്ര പെട്ടെന്ന്. ഇന്നാളെ എനിക്ക് ഏതോ ഒരു ഡോഗിന്റെ ചലഞ്ച് കിട്ടിയപ്പോൾ ആ ഡോഗ് കഴിഞ്ഞ മാസം വരെ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം മുതലാണ് ആകർഷണം തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡേറ്റ് മാറ്റി. ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു അടുത്തതിന് 15 ദിവസം ഞാൻ അതുവഴി വരുന്നുണ്ട്, നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. പോയി ചെയ്തു. കാരണം അതുവരെ ഓക്കെ ആയിരുന്നു. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ 15 മുതൽ ഒരു മാസം ഡോഗിന് റാബീസ് ഉണ്ടെങ്കിൽ മരിക്കും, ഉറപ്പാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരുടെ കഴിഞ്ഞ മാസമാണ് അതിന് അഗ്രഷൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഞാൻ 2 മാസം ഡേറ്റ് മാറ്റി പറഞ്ഞു. 2 മാസം കഴിഞ്ഞ് അതിൽ വരുന്നുണ്ട് എടുക്കാൻ ഞാൻ പോയി എടുത്തു. പക്ഷെ സംഭവിച്ച അഗ്രഷൻ ഓൾറെഡി തുടങ്ങി വന്ന ടൈമായിരുന്നു. പ്രായമാകുമ്പോൾ അങ്ങനെ വല്ലതാണോ? ചില ക്യാരക്ടർ നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയാ, നമ്മൾ ശരിക്കും ഒരു 10-18 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടറും ചെറുത് മാറി വരുന്നേ. എന്ന് പറഞ്ഞ പോലെ ഈ ഡോഗ്സിനും ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ ക്യാരക്ടർ ചേഞ്ചായി വരും. ഈ നായ്ക്കളിൽ ആണാണോ പെണ്ണാണോ ഏറ്റവും കൂടുതൽ അഗ്രഷൻ ഉള്ളത്? 2 രീതിയിലും ഉണ്ട്. ഇപ്പം നമ്മൾ അഗ്രഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും പിറ്റ്ബുള്ളാണ് ഭയങ്കര അഗ്രഷൻ, കടിച്ച് കീറും എന്നൊക്കെ പറയും. പക്ഷെ ഒരു ഇച്ചിരി അഗ്രഷൻ ഉള്ള സാധനങ്ങൾ. അപ്പോൾ ആ ബ്രീഡിൽ നമ്മൾ പറയില്ലേ പിറ്റ്ബുള്ള് ഭയങ്കര കടിയാന്നൊക്കെ പറയില്ലേ, പിറ്റ്ബുള്ളിൽ ഒരു 10% അഗ്രഷൻ കാണുമ്പോൾ ഒരു പേടിയുള്ളൂ. ബാക്കി 100% കാര്യം എന്താ അറിയോ, ഇവന്മാർക്ക് ഈ ആനിമൽ അഗ്രഷൻ ഭയങ്കര. മറ്റുള്ള അങ്ങനെ കോഴീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജേഗ പോകുകയാണ്. മനുഷ്യനോട് അത്ര കുഴപ്പമില്ല, 10% ഉള്ളൂ. പിന്നെ ഇപ്പൊ ചില ഡോഗ് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഡോഗ്സ് ഉണ്ട്. നമ്മൾ കൂടുതലും എനിക്ക് വന്ന അങ്ങനത്തെ ഒരു 10-25 ഡോഗിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് പക്ക ഒരാളെ മാത്രം ആ വീട്ടിലോ നാട്ടിലോ എവിടെയും ഒരാളെ മാത്രം അറ്റൻഡ് ചെയ്യുന്ന 10-20-30 ഡോഗിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ആയിരിക്കും, ബാക്കി എല്ലാവരോടും വിഷയമായിരിക്കും. അങ്ങനത്തെ കുറെ ചെയ്തിട്ടുണ്ട്. ഈ സിംഗിൾ ഡോഗ് ആയിട്ട് ചെയ്തത് ഇപ്പൊ നമ്മൾ അച്ഛൻ ആദ്യം ചോദിച്ച ഡോഗ് സിംഗിൾ ഡോഗാ. ആ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ, പിള്ളേർക്ക് ഒന്നും കൊടുക്കാൻ പറ്റും. അവിടെ ഉണ്ട് പുള്ളിക്ക് 10-15-5-10 ഡോഗ് ഉണ്ട്. ചുമ്മാ ഇത് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്, പട്ടീനെ പോയി ഇറങ്ങിപ്പോയി എന്നൊക്കെ. കമന്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മളെപ്പോഴും ചിരിക്കാറുണ്ട്. നമുക്കറിയാം നമ്മൾ ലൈവായിട്ട് അവിടെ നടന്ന കാര്യം എന്താണെന്ന്. അപ്പൊ നമ്മൾക്ക് അവിടെ ലൈവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം ഇപ്പറേ വീഡിയോയിൽ വരുമ്പോൾ കുറെ ആൾക്കാർക്ക് സിമ്പിൾ ഇതില്ല, ഡയറക്റ്റിലേക്ക് നടക്കുമ്പോഴാണ് ഇതിന്റെ ഒറിജിനാലിറ്റി പറയാ. നമ്മളതുപോലെ ഒരു പബ്ലിക് ചാലഞ്ച് ഒരു 5-8 കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 5-8 ഒരാളും വന്നിട്ടില്ല. ട്രെയിനറാണ് വന്നത്, ഇച്ചിരി കോൺട്രവേഴ്സി ആയിരുന്നു. പുള്ളിയുടെ രീതിയിൽ ഇറക്കിയ ഇതുപോലെ ഫ്രീ ഹാൻഡായിട്ട് പുള്ളി ഇറക്കിയില്ല. ഈ പറഞ്ഞ പോലെ ചോക്കിട്ട് പിടിച്ചിങ്ങനെ തൂക്കി പിടിച്ചെടുത്ത്. അത് ചലഞ്ച് അല്ലല്ലോ, നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടെന്ന്. മറ്റേത് അവരുടെ രീതിയിൽ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടെ രീതിയിൽ ഇറക്കാൻ പറ്റും, നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. ചലഞ്ചായിട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രം. എന്തായാലും അടിപൊളി ആവട്ടെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാൻ, അമ്മ, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആള് കണ്ണൂരാണുള്ളത്. അവർക്ക് 2 കുട്ടികൾ, അളിയൻ. ഇപ്പൊ ഞാനും അമ്മയും വീട്ടില്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞാൽ ഈ പരിപാടി മുന്നോട്ട് തുറന്നു പോണം. എന്തായാലും നമ്മളൊരു കണ്ടന്റ് എടുത്തല്ലേ. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ആയിക്കോട്ടെ, കാണാം. ശരി.